ദൈവപുത്രൻ തൻ്റെ രക്ഷാകര കർമ്മത്തിലൂടെ സാധ്യതമാക്കിയ മനുഷ്യരക്ഷ എല്ലാ കാലത്തേക്കും സകല ജനങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷകരിലൂടെ ആ മഹത്തായ പദ്ധതിയിലേക്ക് ഓരോ ആത്മാക്കളെയും അവിടുന്ന് കൂട്ടിച്ചേർക്കുന്നു. പ്രത്യേകമായി ദൈവാത്മാവ് സംവിധാനം ചെയ്ത സമൂഹങ്ങളിലൂടെ അനേകായിരങ്ങൾ ദൈവരാജ്യത്തിൻ്റെ സമ്പന്നതയിലേക്ക് പ്രവേശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. തങ്ങൾക്കുമേലുള്ള ദൈവവിളിയുടെ പൂർത്തീകരണത്തിലൂടെ ഏറെ അഭിഷിക്തർ ദൈവത്തിൻ്റെ രക്ഷാകര ദൗത്യത്തിൽ പങ്കാളികളായി മാറുന്നു. വിശുദ്ധ വിൻസെന്റ് ഡി പോളിന്റെ പാത പിന്തുടർന്ന് പതിതരും പാവപ്പെട്ടവരുമായ അനേകായിരങ്ങൾക്കു വേണ്ടി ജീവിതം സമർപ്പിച്ച വിൻസെൻഷ്യൻ സന്യാസ സമൂഹം. പതിറ്റാണ്ടുകൾക്ക് മുൻപ് മുതൽ ദൈവം അവരെ ഭരമേൽപ്പിച്ച മഹത്തായ ദൗത്യമായിരുന്നു വചനപ്രഘോഷണവും. 1950കളിൽ ആരംഭിച്ച പോപ്പുലർ മിഷൻ ധ്യാനങ്ങളിലൂടെ അനേകാത്മാക്കളെ യേശുവിനായി നേടിയ ആ സമൂഹം തന്നെയാണ് കേരള സഭയിലെ കരിസ്മാറ്റിക് മുന്നേറ്റത്തിന് നേതൃത്വവും വഹിച്ചത്. 1977 ആരംഭിച്ച പോട്ട ആശ്രമം തുടർന്ന് മുരിങ്ങൂർ ഡിവൈൻ ധ്യാനകേന്ദ്രമെന്ന വലിയ ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിച്ചപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളെ അനേക ലക്ഷം വിശ്വാസികൾ തൊട്ടറിയുകയായിരുന്നു. ചരിത്രപരമായ ആ വലിയ വചനപ്രഘോഷണ ശുശ്രൂഷയുടെ നേതൃസ്ഥാനത്തേക്കാണ് 2010 ബഹുമാനപ്പെട്ട മാത്യു ഇലവങ്കിലച്ചൻ നിയുക്തനാകുന്നത്. 2007 മുതലുള്ള 3 വർഷക്കാലം ഫരീദാബാദ് ധ്യാനകേന്ദ്രത്തിൻ്റെ അമരക്കാരനായിരുന്ന അദ്ദേഹത്തിന് അപ്രതീക്ഷിതമായിരുന്നു പുതിയ ദൗത്യം. 2010 മുതൽ മുരിങ്ങൂർ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൻ്റെ മലയാളം വിഭാഗത്തിൽ ഡയറക്ടറായി അദ്ദേഹം സേവനം ചെയ്യുന്നു. മുരിങ്ങൂർ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ ചാർജ് എടുത്തതിന് ശേഷം അനേകം തവണ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, കർത്താവ് എന്തുകൊണ്ട് എന്നെ ഇവിടെ കൊണ്ടുവന്നു. അവിടെ എൻ്റെ കഴിവോ എൻ്റെ മുൻകാല നേട്ടങ്ങളുടെ ഏതെങ്കിലും ലിസ്റ്റോ അല്ലെങ്കിൽ ഞാനിത് പൂർത്തിയാക്കാനായിട്ടുള്ള ശക്തിയുള്ള ആളാണെന്നുള്ള ഒരു കണക്കുകൂട്ടൽ തമ്പുരാൻ്റെ കയ്യിലില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. അതിനുള്ള പ്രത്യേകിച്ച് ഒരു റെക്കോർഡൊന്നും എൻ്റെ കയ്യിലില്ല. എന്നെക്കാളും പ്രഗത്ഭരായിട്ടുള്ള അനേകം പേര് ശുശ്രൂഷ ചെയ്ത സ്ഥലം. പക്ഷേ ഈ കഴിഞ്ഞ വർഷം ഡിസംബർ മാസത്തിൽ ആയിരുന്നു എൻ്റെ 25ാം പൗരോഹിത്യ പട്ടത്തിൻ്റെ വാർഷികം, എൻ്റെ സിൽവർ ജൂബിലി ഓഫ് മൈ ഓർഡിനേഷൻ. ആ കാലഘട്ടത്തിൽ ഞാനിന്ന് ഒത്തിരി ആലോചിച്ച് നോക്കി. വിദേശ രാജ്യങ്ങളിൽ ശുശ്രൂഷ ചെയ്യാൻ അവസരം കിട്ടി. അതുപോലെ ഇംഗ്ലീഷിൽ പ്രസംഗിക്കാൻ, മറ്റു പല ഭാഷകൾക്ക് ധ്യാനത്തിന് നേതൃത്വം കൊടുക്കാൻ ഒക്കെ ട്രാൻസ്ലേഷനോട് കൂടിയാണ്. അതുപോലെ പല വളർച്ചാ ധ്യാനങ്ങൾ സംഘടിപ്പിക്കാൻ, ചില പുസ്തകങ്ങൾ എഴുതാൻ. അച്ഛന് തീർച്ചയായിട്ടും ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ മലയാളം വിഭാഗത്തിൻ്റെ ഡയറക്ടർ എന്ന നിലയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് അച്ഛന് സാധിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ പ്രാർത്ഥനാ ജീവിതം, അച്ഛൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ കെട്ടുറപ്പ്, അതുപോലെ തന്നെ വചനം പഠിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ടുള്ള വലിയ ഒരു താല്പര്യം, അതിന്നും അച്ഛൻ കാത്തു സൂക്ഷിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇന്നത്തെ കാലത്തും ഞാൻ അച്ഛനിൽ ശ്രദ്ധിക്കുന്ന ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, കൊച്ചുകുട്ടികളെപ്പോലെ അറിവ് നേടാനുള്ള ആ ഒരു ജിജ്ഞാസ ഇന്നും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഏതൊരു കാര്യത്തെപ്പറ്റിയാണെങ്കിലും അതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള അറിയാൻ, വിവരങ്ങൾ അറിയാൻ, അത് മനസ്സിലാക്കാൻ, അത് പ്രസംഗത്തിൽ മറ്റുള്ളവരോടൊക്കെ പറയുമ്പോൾ അത് ഉപയോഗിക്കാൻ ഒക്കെയുള്ള ആ ഒരു ജിജ്ഞാസ, അത് വചനത്തിൻ്റെ മേഖലയിലും പൊതുവിജ്ഞാനത്തിൻ്റെ മേഖലയിലൊക്കെ അച്ഛൻ പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ പ്രസംഗങ്ങൾ, വചനപ്രഘോഷണമൊക്കെ
വ്യത്യസ്തമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അച്ഛന് ഇനിയും ഒരുപാട് നന്മകൾ ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ആത്മീയ രംഗത്ത് ഇനിയും പ്രശോഭിച്ച് നിൽക്കട്ടെ. ഒരുപാട് ആളുകൾക്ക് അച്ഛൻ്റെ വചനപ്രഘോഷണവും അച്ഛൻ്റെ ആത്മീയ ജീവിതവും അനുഗ്രഹമായിട്ട് മാറട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട കൊച്ചുമാത്യു അച്ഛൻ്റെ ജീവിതകാലത്തുടനീളം അദ്ദേഹത്തെ പിന്തുടർന്നിരുന്ന ശക്തമായ ദൈവിക ഇടപെടലുകളുടെ തുടർച്ചയാണ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലും അദ്ദേഹത്തെ കാത്തിരുന്നത്. ഓരോ നിമിഷവും ദൈവിക സ്നേഹത്തിൻ്റെ മാധുര്യം നുകർന്നിരുന്ന അദ്ദേഹം നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ നല്ല ദൈവത്തിൻ്റെ മനോഹര ചിത്രമാണ്. ഇവിടെ വന്ന് ഞാൻ ചാർജ് എടുക്കുമ്പോൾ എല്ലാം എനിക്ക് അനുകൂലമല്ല. എൻ്റെ മുമ്പിൽ ചെയ്യേണ്ടതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഞാൻ കാണുന്നു. എന്തൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചാൽ എൻ്റെ മുമ്പിൽ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. പക്ഷേ അത് ചെയ്യാനുള്ള അനുകൂല സാഹചര്യങ്ങളില്ല. എന്നെ സഹായിക്കാൻ ഒത്തിരി പേരുണ്ട്. അതേസമയം എല്ലാവരാലും അറിയപ്പെടുന്ന പ്രശസ്തരായ മാത്യു നാക്യംപറമ്പിലച്ചൻ, അതുപോലെ ജോർജ് പനക്കലച്ചൻ, വല്ലൂരാനച്ചൻ തുടങ്ങിയവർ നേതൃത്വം കൊടുത്ത ശുശ്രൂഷ നടക്കുന്ന സ്ഥലമാണ്. അവിടെ വന്ന് ഞാൻ എന്ത് ചെയ്യും? ഞാൻ ആ കാലഘട്ടത്തിൽ തമ്പുരാനിലേക്ക് മാത്രം നോക്കി ഓരോ ദിവസവും കർത്താവ് എന്ത് ചെയ്യണമെന്ന് വെളിപ്പെടുത്തൽ തരും. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും അവിടെയുള്ള ഓഡിറ്റോറിയങ്ങളുടെ ആ വളരെ ശോചനീയമായ അവസ്ഥ, കാരണം തുടങ്ങിയ കാലത്തുണ്ടായിരുന്ന ആ സൗകര്യങ്ങളേ ഉള്ളൂ, അതൊന്ന് റെനോവേറ്റ് ചെയ്ത് നവീകരിച്ച് കുറച്ചും കൂടി മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഉണ്ടാക്കാനൊന്നും പറ്റുന്നില്ല. ടോയ്ലറ്റ് ബ്ലോക്കുകൾ ഉണ്ടാക്കാനായിട്ട്, കുറച്ചും കൂടി ടോയ്ലറ്റ് ഉണ്ടാക്കാനായിട്ട് എനിക്കൊരു ആഗ്രഹം മനസ്സിൽ വന്നിരിക്കുക. ഞാനത് പ്രാർത്ഥനയുടെ വിഷയമാക്കിയിരിക്കുമ്പം അവിടെ ധ്യാനിക്കാൻ വന്ന പലർ കുറച്ചൊരു പരാതിയായിട്ട് വന്നു. അവർക്ക് ഇപ്പോൾ ഉള്ള ടോയ്ലറ്റൊക്കെ ക്ലീൻ അല്ലാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ ടീമിൽ വചനം പ്രസംഗിക്കുന്ന തോമസ് എന്ന സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ റാണി, ഇവർ രണ്ടുപേരും കൂടി എന്നെ സമീപിച്ച് പറഞ്ഞു, അച്ഛാ ഞങ്ങളൊരു കാര്യം ചെയ്യാം, വളരെ നല്ല വൃത്തിയായിട്ട് വാർക്ക കെട്ടിടമായിട്ട് ടോയ്ലറ്റ് ബ്ലോക്ക് ഉണ്ടാക്കുക, ഒരു 40 ടോയ്ലറ്റ്സ് ഉണ്ടാക്കി തരാം. 20 ലക്ഷം രൂപ മുടക്കി 40 ടോയ്ലറ്റ്സ് അവർ ഒരു 3 മാസം കൊണ്ട് അവർ നിർമ്മിച്ചു തന്നു. അതോടുകൂടി ആ ഒരു പരാതിയുടെ പ്രശ്നം തീർന്നു. മെയിൻ ഓഡിറ്റോറിയത്തിൻ്റെ ഒരു റെനോവേഷൻ, അതിൻ്റെ ഒന്ന് നവീകരിച്ചെടുക്കണം. അത് ആസ്പെറ്റോ ഷീറ്റ് മേഞ്ഞതാണ്, സൗണ്ട് സിസ്റ്റമൊക്കെ വളരെ പഴകി, അതുപോലെ വയറിംഗ് എല്ലാം മാറ്റണം. ഇതെന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് അങ്ങനെ ഇരിക്കുന്ന വേളയിലാണ് പലരും എന്നെ ഒന്ന് സഹായിച്ചു. ഒരു കുറച്ച് തുകയൊന്ന് സംഘടിപ്പിച്ചപ്പോൾ ഞാൻ അധികാരികളുടെ അടുക്കൽ, എൻ്റെ കൂട്ടായ്മയുള്ള അടുക്കൽ ഇതൊന്ന് അവതരിപ്പിച്ചു. ഇത് അവതരിപ്പിച്ച് കഴിഞ്ഞ ഉടനെ എൻ്റെ അച്ഛന്മാർ, കൂടെയുള്ള അച്ഛന്മാരെല്ലാം അങ്ങോട്ട് പറയും, അച്ഛനത് ഞാൻ സ്റ്റേജ് മാത്രം ഒന്ന് റെനോവേറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചത്, എന്തിനാ അച്ഛൻ സ്റ്റേജ് മാത്രമാക്കുന്നത്, ഓഡിറ്റോറിയം മുഴുവൻ ചെയ്യാൻ പറഞ്ഞു. അതൊരു ഒരു ധൈര്യപ്പെടുത്തലായിരുന്നു. ഒരിക്കലും നമുക്ക് മാനുഷികമായിട്ട് തീർക്കാൻ പറ്റാത്തൊരു കാര്യം അന്ന് തമ്പുരാൻ ചെയ്തു. അതായത് 3 മാസം കൊണ്ട്, ജനുവരി ഫെബ്രുവരി മാർച്ച് 3 മാസം കൊണ്ട് ആ ഓഡിറ്റോറിയത്തിൻ്റെ ഷേപ്പ് മുഴുവൻ മാറ്റുന്ന റെനോവേഷൻ വർക്ക് പൂർത്തിയാക്കാൻ പറ്റും. ഭാരതസഭയിലെ കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റ രംഗത്ത് നിർണായകമായ സ്ഥാനം വഹിക്കുന്ന ഡിവൈൻ ശുശ്രൂഷകളുടെ ചരിത്രത്തിൽ പ്രധാനപ്പെട്ടൊരു സ്ഥാനം ബഹുമാനപ്പെട്ട മാത്യു ഇലവങ്കൽ അച്ഛന് സ്വന്തമാണ്. വളർച്ചയുടെയും നേട്ടങ്ങളുടെയും പടവുകൾ പരിശുദ്ധാത്മശക്തിയാൽ ചവിട്ടിക്കയറിയ ഡിവൈൻ ധ്യാന കേന്ദ്രത്തെ കാലത്തിനനുയോജ്യമായി നയിക്കുവാൻ അദ്ദേഹത്തിന് കഴിയുന്നു. ദുഷ്ടശക്തികളുടെ അപവാദ പ്രചരണങ്ങളുടെയും ആക്രമണങ്ങളുടെയും ഫലമായി ഒരു കാലത്ത് ഡിവൈൻ ശുശ്രൂഷകൾ അഭിമുഖീകരിച്ച പ്രതിസന്ധികളെ തുടർന്ന് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ
ശക്തമായൊരു തിരിച്ചുവരവിന് കളമൊരുക്കുവാനും അദ്ദേഹത്തിനായി. ദൈവം കൊച്ചു മാത്യുച്ചനെ കുറിച്ചുള്ള അതിൻ്റെ ശുശ്രൂഷകളെക്കുറിച്ച് പ്രേക്ഷക ലോകത്തെ പരിചയപ്പെടുന്ന ഈ ശുശ്രൂഷയിൽ ധാരാളം അനുഗ്രഹ വർഷം, അഭിഷേക വർഷം ചൊരിയട്ടെ. സമൃദ്ധമായൊരു നേതൃത്വം കൊടുത്ത് അദ്ദേഹം ഡിവൈൻ ധ്യാന മന്ദിരത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നു. നല്ലൊരു സ്പിരിച്വൽ ലീഡർഷിപ്പ് കൊടുക്കുന്നു, വചന പ്രഘോഷണ നേതൃത്വം കൊടുക്കുന്നു. അച്ഛനു വേണ്ടിയും എല്ലാ വചന പ്രഘോഷകർക്ക് വേണ്ടിയും അനേകായിരം ലക്ഷം പ്രേക്ഷിതരെ കർത്താവ് ഉയർത്തുന്നുണ്ട്. അവർക്ക് വേണ്ടിയും എല്ലാവരും പ്രാർത്ഥിക്കണം. ഈ ശുശ്രൂഷ കൂടുതൽ ധാരാളം ഫലം പുറപ്പെടുവിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ബഹുമാനപ്പെട്ട കൊച്ചു മാത്യു അച്ഛൻ്റെ ദിനങ്ങൾ തിരക്കേറിയതാണ്. നേതൃരംഗത്തും വചനപ്രഘോഷണ രംഗത്തും ഒരുപോലെ ശോഭിക്കുന്ന ഈ ശുശ്രൂഷകൻ ഭാരതസഭയിലെ വിശ്വാസികൾക്കേവർക്കും ഒരുപോലെ പ്രിയങ്കരനാണ്. സ്വന്തം ജീവിതാനുഭവങ്ങളുടെയും ബോധ്യങ്ങളുടെയും വെളിച്ചത്തിൽ അനേകാത്മാക്കൾക്ക് വഴികാട്ടിയാവുകയും ഒപ്പം ഒരു വലിയ പ്രസ്ഥാനത്തെ ഏറ്റവും മനോഹരവും മാതൃകാപരവുമായി മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതം ശുശ്രൂഷാ രംഗത്തേക്ക് കടന്നുവരുന്ന ഏവർക്കും മാതൃക കൂടിയാണ്. അച്ഛൻ ഓരോ വചനവും വിശദീകരിക്കുമ്പോൾ ഒത്തിരിയേറെ വെളിപ്പെടുത്തലുകൾ ഈശോ നൽകുന്നുണ്ട്. അച്ഛൻ വചനം പ്രഘോഷിക്കുമ്പോഴും പാട്ട് പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴുമെല്ലാം ഒത്തിരി രോഗശാന്തികൾ അച്ഛനിലൂടെ ദൈവം വർഷിക്കുന്നത് പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അനേകം പേരുടെ വിശ്വാസ വളർച്ചയ്ക്ക് അത് കാരണമായിക്കൊണ്ടിരിക്കുന്നു. തുടർച്ചയായി 3-4 മണിക്കൂർ അച്ഛൻ നിന്നുകൊണ്ട് ശുശ്രൂഷ ചെയ്യാറുണ്ട്. അതുപോലെ ഈ കഴിഞ്ഞ 3 വർഷങ്ങളിലായി വൈദികർക്കും സിസ്റ്റേഴ്സിനുമായി ഏതാണ്ട് 10 ധ്യാനങ്ങൾക്ക് അച്ഛൻ നേതൃത്വം നൽകിയിട്ടുണ്ട്. 3500-ലധികം വൈദികരും സിസ്റ്റേഴ്സും ഇവിടെ വന്ന് ധ്യാനിച്ച് സന്തോഷത്തോടെ മടങ്ങിപ്പോയിട്ടുണ്ട്. ഇവരോടെല്ലാം അച്ഛൻ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്: ദൈവരാജ്യ നിർമ്മാണം, ദൈവമഹത്വം, ആത്മരക്ഷ, ഇവ 3ഉമാണ് സന്യാസ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന്. ഇതില്ലെങ്കിൽ സന്യാസത്തിന് അർത്ഥമില്ല. വ്യക്തിപരമായി പറഞ്ഞാൽ എൻ്റെ ജീവിതത്തെ പുനർവിചിന്തനം ചെയ്യുവാനും നല്ല തീരുമാനങ്ങൾ എടുക്കുവാനും അച്ഛൻ്റെ ശുശ്രൂഷയിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് മുതൽ ഒരു വചനപ്രഘോഷകൻ എന്ന നിലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ബഹുമാനപ്പെട്ട കൊച്ചു മാത്യു അച്ഛനെ ഭക്തിഗാന രംഗത്തേക്ക് ദൈവം കരം പിടിച്ചുയർത്തിയതും വിസ്മയനീയമായാണ്. എക്കാലവും മലയാളികൾ ഹൃദയത്തിലേറ്റിയ ഏറെ മനോഹര ഗാനങ്ങൾ പിറവികൊണ്ടിട്ടുള്ളത് ഈ കരങ്ങളിൽ നിന്നാണെന്ന് അധികമാർക്കും അറിയില്ല. അൾത്താരയിൽ ആത്മബലിയായി, അൾത്താരയിൽ പൂജ്യ ബലിവസ്തുവായിടും, ഒരു നാളും നിൻ വീഴ്ചകളിനി ഞാൻ ഓർക്കുകില്ല തുടങ്ങിയ ഒരിക്കലും മലയാളികൾ മറക്കാത്ത ഒട്ടനവധി ഗാനങ്ങളുടെ രചയിതാവ് കൂടിയാണ് ബഹുമാനപ്പെട്ട മാത്യു അച്ഛൻ. ഒരിക്കലും ഒരു പാട്ടുകാരനോ എഴുത്തുകാരനോ ആയിരുന്നില്ലാത്ത തന്നെ സംഗീതരംഗത്തേക്ക് കരം പിടിച്ചുയർത്തിയ ദൈവസ്നേഹത്തെ അദ്ദേഹം സ്മരിക്കുന്നു. എൻ്റെ വചന ശുശ്രൂഷ മേഖലയിൽ എന്നെ ഒത്തിരി സഹായിച്ച ഒരു ഘടകം എൻ്റെ ഗാന ശുശ്രൂഷയായിരുന്നു. ഞാനൊരു വലിയ പാട്ടുകാരനൊന്നുമല്ല. സെമിനാരിയിൽ ഞാനൊരു ക്വയർ മാസ്റ്റർ ആയിരുന്നു. എല്ലാ വർഷമെങ്കിലും അത്ര മധുര സ്വരമോ അല്ലെങ്കിൽ ഗാംഭീര്യ സ്വരമോ ഒന്നും എനിക്കില്ല. എങ്കിലും ഗാന ശുശ്രൂഷ ചെയ്യുമ്പോൾ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ് എന്നുള്ളൊരു ബോധ്യം എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് ഞാനത് മറ്റുള്ളവരെങ്ങനെ അതിനോട് പ്രതികരിക്കുക, അവർക്ക് ഇഷ്ടപ്പെടുമോ, എൻ്റെ സ്വരം നല്ലതാണോ അല്ലയോ എന്ന് പറയും, അങ്ങനെയൊന്നും ചിന്തിക്കാറേ ഇല്ല. പക്ഷെ അതിനേക്കാൾ ഉപരി എന്നെ സഹായിച്ചത്, ഞാനിങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ
എഴുതപ്പെട്ട പാട്ടുകൾ ഞാൻ പാടുമ്പോൾ അതിൻ്റെ വരികൾ അതിനോട് കൂടെ ചേർത്ത് സ്പോണ്ടേനിയസ് ആയിട്ട് പുതിയ വരികൾ കൂട്ടിച്ചേർക്കാൻ, ജനങ്ങളെ കൊണ്ട് ഏറ്റുപാടിക്കാൻ, പ്രത്യേകിച്ച് ഹല്ലേലൂയ വരികൾ ഏറ്റുപാടിക്കുന്ന ഒരു 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 ശുശ്രൂഷ ശൈലി ഈ പോട്ടയിൽ ഞാൻ വന്ന കാലത്ത് അവിടെ തുടങ്ങി വെച്ചു. അപ്പോൾ അതിനു മുമ്പ് ഗായകർ പാട്ട് പാടി ജനങ്ങൾ അത് ഏറ്റുപാടും, അല്ലെങ്കിൽ അവർ പാടുന്ന വരികൾ തന്നെ ഏറ്റുപാടും. പക്ഷേ ഓരോ ഈരടിക്കും ഹല്ലേലൂയയുടെ ഈരടികൾ ഏറ്റുപാടുന്ന ഒരു ശുശ്രൂഷ. അങ്ങനെയാണ് ഞാൻ ഈ ദൈവമക്കൾ പാടുന്നുള്ള പാട്ടൊക്കെ അന്ന് അവതരിപ്പിച്ചത്. ആദ്യമായിട്ട് ഞാൻ ആ പാട്ട് എഴുതുകയല്ല ചെയ്തത്, അത് സ്റ്റേജിലങ്ങ് പാടി. ദൈവമക്കൾ പാടുന്നു ഹല്ലേലൂയ ഓശാന, ഒന്നായി ചേർന്നു പാടുന്നു ഹല്ലേലൂയ ഓശാന, കൈകൾ കൊട്ടിപ്പാടുന്നു ഹല്ലേലൂയ ഓശാന, ഉച്ചസ്വരത്തിൽ പാടുന്നു ഹല്ലേലൂയ ഓശാന, ഓശാന ഹല്ലേലൂയ ഹല്ലേലൂയ ഓശാന. ഇങ്ങനെ ഈരടികൾ ഞാൻ പാടിക്കൊടുക്കുമ്പോൾ അവർ ഏറ്റുപാടും. അങ്ങനെ ഒരു ശുശ്രൂഷ തുടങ്ങി. ആദ്യമായിട്ട് ഞാനൊരു പാട്ട് എഴുതിയത് ഓർക്കുന്നത് പോട്ടയിൽ വന്നതിന് ശേഷം, ഒരു നാൾ നിൻ വീഴ്ചകളിനി ഞാൻ ഓർക്കില്ല, ക്ഷമിച്ചതല്ലേ. അത് ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഗാനമായിട്ട് അങ്ങ് ഒഴുകി വന്നതാണ്. കേരള ക്രൈസ്തവ സമൂഹത്തിന് മഹത്തായ ആത്മീയ ഉണർവ് പകർന്ന 100-ൽ പരം ഗാനങ്ങളുടെ രചയിതാവായ ബഹുമാനപ്പെട്ട മാത്യു ഇലവങ്കൽ അച്ഛൻ ആ രംഗത്ത് തന്നെ ദൈവം വഴി നടത്തുന്ന രീതികൾ വിവരിക്കുമ്പോൾ വിസ്മയനീയമായ ദൈവീക ഇടപെടലുകളുടെ മാഹാത്മ്യം നമുക്ക് മുന്നിൽ തെളിയുന്നു. പലപ്പോഴും വരികളായി തന്നെ ദൈവം ഹൃദയത്തിൽ മന്ത്രിക്കുകയാണ് ചെയ്യാറുള്ളതെന്ന് അദ്ദേഹം സ്മരിക്കുന്നു. പൂർണ്ണമായും ദൈവ തിരുമുൻപിൽ സമർപ്പിക്കുവാൻ സന്നദ്ധനാകുന്ന ഒരു ആത്മാവിനെ ദൈവം എടുത്തുപയോഗിക്കുന്നതിൻ്റെ മനോഹരമായ ദൃഷ്ടാന്തം കൂടിയാണ് ഈ ജീവിതം. ഒരിക്കൽ ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഈ പാട്ടിങ്ങനെ ഒഴുകി വരാൻ തുടങ്ങി. സ്നേഹരാജൻ സ്വർഗരാജ്യം തീർത്തു വാഴുന്നു എന്നൊരു പാട്ട് എന്ന ആ പാട്ട്, അതിൻ്റെ ഒറിജിനൽ വരികൾ എനിക്ക് കിട്ടിയത്, 7-ാം സ്വർഗം തീർത്ഥനാഥൻ കാത്തിരിക്കുന്നു, എല്ലാ മക്കളും സ്വർലോകത്തെത്താൻ പാർത്തിരിക്കുന്നു എന്നുള്ള ഒരു ഈരടികളായിട്ട് എഴുതിയത് ഞാൻ. പക്ഷേ അത് പിന്നീട് സണ്ണി സ്റ്റീഫൻ അത് എൻ്റെ ആ ഒരു പുതിയൊരു കസറ്റ്, ആത്മാവിലായൊരു ആരാധന എന്നുള്ള ഒരു കസറ്റ് ഇറക്കിയപ്പോൾ അതിൽ പെടുത്തി, എൻ്റെ ഈ ട്യൂണിൽ തന്നെ അത് പെടുത്തി. പക്ഷേ അതിൻ്റെ വരികൾ ഒരല്പം മാറ്റം വരുത്തിയാണ്. ആ പാട്ട് എഴുതുന്നതിന് പിന്നിൽ ഒരു വളരെ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു ഓർമ്മയുണ്ട്. ഞാൻ ട്രെയിനിലിരുന്ന് ഈ പാട്ടിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. അത് കുറേ വരികൾ ഞാൻ എഴുതി. അത് കഴിഞ്ഞ് തലശ്ശേരിയിൽ ഞാൻ ചെന്ന് ട്രെയിൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഇതിൻ്റെ വരികൾ പിന്നെയും കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ ഏറ്റവും നല്ല വരികൾ തിരഞ്ഞെടുക്കണം. അതുകൊണ്ട് എത്രത്തോളം വരികൾ കിട്ടും അതെല്ലാം എഴുതി വെക്കും. ഒരു പാട്ട് ചിലപ്പം 10-40 വരികളൊക്കെ ഞാൻ എഴുതി ചേർത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ അത് പല പാട്ടുകളാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നീട് അവിടെ ചെന്നപ്പോൾ എനിക്ക് ബസ്സിൽ സീറ്റില്ല. ഞാൻ എൻ്റെ സൂട്ട് കേസ് നിലത്ത് വെച്ച് അതിൽ കയറിയിരുന്ന് കമ്പിയിൽ ഇങ്ങനെ ചുറ്റിപ്പിടിച്ചിട്ട് അവിടെ ഇരുന്ന് ബാക്കിയുള്ള വരികൾ എഴുതി. വീട്ടിൽ ചെന്ന് ഞാനിരുന്ന് ഈ പാട്ട് എടുത്തു വെച്ച് എൻ്റെ പെങ്ങന്മാരെല്ലാവരും കൂടെ വന്ന് എന്നെ സ്വീകരിച്ചു. ഞാൻ അവരുടെ മുമ്പിൽ എഴുതി പെട്ട് തുറന്ന് പാട്ടെടുത്ത് വെച്ചങ്ങ് പാടാൻ തുടങ്ങി. ഞാനിട്ടൊരു ട്യൂണിൽ അത് പാടുന്നത്, 7-ാം സ്വർഗം തീർത്തുനാഥൻ കാത്തിരിക്കുന്നു, എല്ലാ മക്കളും സ്വർലോകത്തെത്താൻ പാർത്തിരിക്കുന്നു. ഞാൻ ഈ വരികൾ അവിടെ ഇരുന്ന് പാടാൻ തുടങ്ങി. ഏതാണ്ട് ഒരു 5 മിനിറ്റ് നേരം ആ എഴുതിയ വരികളെല്ലാം ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നു. ഞാൻ കണ്ണൂർ നോക്കുമ്പോൾ ഇവരെല്ലാം നിരന്നിരുന്ന് കരയുന്നുണ്ട്. അതുപോലെ അവരുടെ ഉള്ളിൽ തട്ടിയ ഒരു ട്യൂണും ഒരു പാട്ടുമായിരുന്നു അന്ന് അത് പാടിയത്. തൻ്റെ ജീവിത വീഥിയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട കൊച്ചു മാത്യു അച്ഛൻ തിരിച്ചറിയുന്നത് പൂർണ്ണമായും ദൈവപരിപാലനയിൽ ആശ്രയിച്ച് നടന്നു നീങ്ങിയപ്പോൾ അവിടുന്ന് കരം പിടിച്ചു നടത്തിയ അനുഭവങ്ങളാണ്. ദൈവിക ശുശ്രൂഷയ്ക്കായി തീരുമാനമെടുക്കുന്ന നിമിഷം മുതൽ അവിടുത്തോട് വിശ്വസ്തനായിരിക്കുവാൻ മനസ്സാകുന്നുവെങ്കിൽ ആ ജീവിതത്തെ ദൈവം പൂർണ്ണമായും തൻ്റെ പദ്ധതികളുടെ ഭാഗമാക്കി തീർക്കുമെന്ന്
തൻ്റെ ജീവിതം മുൻനിർത്തി അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. 25 വർഷത്തെ പൗരോഹിത്യ ശുശ്രൂഷയിൽ ഈ 25 വർഷക്കാലവും ഞാൻ പാട്ടുപാടിയാണ് ആരാധന നടത്തുന്നത്, അതുപോലെ വചനം പ്രഘോഷിക്കുന്നതൊക്കെ. അപ്പോഴൊക്കെ ഒരു പ്രത്യേകമായ കൃപ കർത്താവ് തന്നുകൊണ്ടിരിക്കാനുള്ള കാരണം ദൈവത്തിൻ്റെ മക്കളെ പ്രചോദിപ്പിക്കാനും പ്രകാശിപ്പിക്കാനും ഒരു വഴി നടത്താനുമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പൗരോഹിത്യത്തിലൂടെ കർത്താവ് തന്നതുകൊണ്ടാണ്. എൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ച് എനിക്ക് അത്രമാത്രം സന്തോഷമുണ്ട്. ചെറിയൊരു കാര്യമല്ല, പൗരോഹിത്യം അത്രമാത്രം വിലപ്പെട്ടതാണ്. അതൊരു ചെറിയ ഒരു മേഖലയായിട്ട് ഞാൻ കരുതുന്നുമില്ല. കുടുംബജീവിതം, പൗരോഹിത്യം, സന്യാസം ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ 1 കൊറിന്തോസ് 7:17 ഒരു വചനമുണ്ട്, ഓരോരുത്തരും അവരവരുടെ വിളിയ നിയോഗം അനുസരിച്ച് ജീവൻ നയിക്കണം. എനിക്ക് കിട്ടിയ പൗരോഹിത്യം അതെൻ്റെ ദൈവ വിളിയാണ്. മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ മലയാള വിഭാഗത്തിൻ്റെ ഡയറക്ടർ ആയിരിക്കുക എന്നുള്ളത് അത് ദൈവ നിയോഗമാണ്. ഇവിടെ അനേകം വിശുദ്ധരായ വ്യക്തികളുടെ കൂടെ, അനേകം ഉന്നത പദവിയിലുള്ളവരുടെ കൂടെ, അതുപോലെ അൽമാരുടെ കൂടെ, സിസ്റ്റേഴ്സിൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യാനുള്ള എനിക്കൊരു ഭാഗ്യമുണ്ടായത് ദൈവം എനിക്കെന്ന പൗരോഹിത്യം എന്ന വിശുദ്ധമായ ഗിഫ്റ്റ് അല്ല സമ്മാനമുള്ളതുകൊണ്ടാണ്. ഞാനതിൽ ഒത്തിരി സന്തോഷിക്കുന്നു. എൻ്റെ പൗരോഹിത്യത്തിൻ്റെ വിളിക്ക് കാരണക്കാർ, ദൈവം എന്നെ വിളിച്ചു, പക്ഷേ അത് തിരിച്ചറിയാൻ കാരണക്കാർ എൻ്റെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, വിൻസെൻഷൻ സഭ, അതുപോലെ എൻ്റെ കൂട്ടുകാർ. ഇവർ മാത്രമല്ല, എന്നെ പല വിധത്തിൽ വേദനിപ്പിച്ചവരുണ്ട്, എനിക്ക് എതിർപ്പ് തന്നവരുണ്ട്, എൻ്റെ മുമ്പിൽ തടസ്സം ഉണ്ടാക്കിയവരുണ്ട്, അകാരണമായി എന്നെ തെറ്റിദ്ധരിച്ച് കുറ്റപ്പെടുത്തിയവരുണ്ട്. അവരിലൂടെയുമാണ് എൻ്റെ പൗരോഹിത്യത്തിൻ്റെ ആ ശുശ്രൂഷ ഉറച്ചതും വളർന്നതും. ഞാൻ അനുഭവിക്കുന്ന എൻ്റെ പൗരോഹിത്യത്തിൻ്റെ സന്തോഷം അതാണ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്, എൻ്റെ കടന്നു വന്ന വഴികൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. ഇത് കേട്ട നിങ്ങൾക്ക് ദൈവം നൽകുന്ന വിളിയോട് വിശ്വസ്ത പുലർത്താനും അതിൽ സന്തോഷിക്കാനുള്ള കൃപയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിലെ ഓരോ നിമിഷവും ശുശ്രൂഷയ്ക്കായി നീക്കിവയ്ക്കുവാൻ തീരുമാനമെടുത്ത് ഉറച്ച കാലടികളോടെ മുന്നേറുന്ന ഒരു ശുശ്രൂഷകൻ. ആ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന ഓരോ അനുഭവങ്ങളും ദൈവസ്നേഹത്തിൻ്റെ നീർച്ചാലുകളായി പ്രഘോഷിക്കപ്പെടുന്നു. ആ നാവിലൂടെയും കരങ്ങളിലൂടെയും അനേക ലക്ഷങ്ങൾ ക്രിസ്തുവിനെ അറിയുന്നു. ഏറ്റവും തീക്ഷ്ണതയോടെ പ്രഘോഷണവേദിയിൽ മുന്നേറുന്ന ഈ അഭിഷിക്തന്റെ ജീവിതം ഇനിയും അനേകായിരങ്ങൾക്ക് അനുഗ്രഹമായി മാറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം.